ഇതുപോലൊരു പ്രധാനപ്പെട്ട വേദിയിൽ നിൽക്കുമ്പോൾ ഇതിന് അവസരമുണ്ടാക്കി തന്ന നമ്മൾക്കെല്ലാവർക്കും അത്രമേൽ പ്രിയങ്കരനായിരുന്ന മലയാളത്തിൻ്റെ മഹാപ്രതിഭ യശസ്വരീനായ ശ്രീ ഷാജി സാറിനെ ഞാൻ നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറിവും ഉൾക്കാഴ്ചയും സംസ്ഥാന ചലച്ചിത്ര നയത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര നയം മറ്റ് സംസ്ഥാന ചലച്ചിത്ര നയങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാള സിനിമ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ്. കേരള സംസ്കാരവും സാഹിത്യം, മലയാളിയുടെ സ്വപ്നങ്ങൾ എന്നിവ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള കലകളുടെ കല എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമമാണത്. മലയാള ചലച്ചിത്ര മേഖലയുടെ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ അനുഗ്രഹിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചലച്ചിത്ര നയത്തിന് ഈ ആവാസ വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനും ചലച്ചിത്ര മേഖലയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകാനും കഴിയും. ചലച്ചിത്ര മേഖല ഒട്ടനവധി അടിസ്ഥാനവർഗ തൊഴിലാളികളുടെ ഉപജീവന മാർഗം കൂടിയാണ്. അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒന്നാകും കേരളത്തിൻ്റെ സിനിമാ നയം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ചലച്ചിത്ര നിർമ്മാണം കൂടുതൽ ജനകീയമാക്കാനും കൂടുതൽ പേരെ നിർമ്മാണ പ്രക്രിയയിലേക്ക് എത്തിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഈ ചലച്ചിത്ര നയത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരമൊരു ചലച്ചിത്ര നയം രൂപീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ച സാംസ്കാരിക വകുപ്പിനും അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനവർക്കും എൻ്റെ ഹാർദവമായ അഭിനന്ദനം അറിയിച്ചു. മലയാള സിനിമയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ കാലത്തും നല്ല സഹകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വ്യവസായത്തെ മികച്ചതാക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ കോൺക്ലേവും അതിലേക്ക് എത്തിച്ച പല ഘട്ടങ്ങളിലായുള്ള ചർച്ചകളുമൊക്കെ തന്നെ ഈ തൊഴിൽ മേഖലയോട് സർക്കാർ പുലർത്തുന്ന ചലച്ചിത്ര നയരൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി ഇവിടെ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ കോൺക്ലേവ് ഫലപ്രദമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതും ക്രിയാത്മകവും കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ പ്രതിഫലിക്കുന്നതുമായ ഒരു ചലച്ചിത്ര നയ രൂപീകരണത്തിന് ഈ കോൺക്ലേവ് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.